ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ഓണക്കോടി ഇല്ലാതെ വിഷമിക്കരുത്. ഓണക്കോടി ഇല്ലാത്ത ആ അമ്മമാരുടെ സഹോദരിമാർക്കും ഈ ഓണക്കോടി എത്തിച്ചു കൊടുക്കും. അത് പല വ്യത്യസ്ത കളറുകളാണ്. എൻ്റെ മോനെ നീ ചെയ്യുന്നത് വലിയ കാര്യം. ഞാൻ ഒരു കാലവും ഞാൻ മരിച്ചാലും മറക്കത്തില്ല പൊന്നുമോൻ. ഇത് കണ്ടോ, ഇത് വ്യത്യസ്തമായ സാരികളാണ്. ഈ സാരികളുടെ ക്വാളിറ്റി കണ്ടോ. ഇത് വിൽക്കാനുള്ള സാരിയല്ല, ഇത് ഓണത്തിന് നമ്മുടെ നാട്ടിലുള്ള അമ്മമാർക്ക് കൊടുക്കാനുള്ള സാരിയാണ്. ഇത് വ്യത്യസ്ത ഡിസൈനുള്ള വ്യത്യസ്ത ഫാഷനിലുള്ള സാരികളാണ്. ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സാരികളാണ്. ഓണ സമ്മാനമായി നൽകുന്ന ഒരു ഓണക്കോടിയാണ് ഇത്. പഞ്ചായത്ത് മെമ്പർ ആയതിൻ്റെ ഒരു സന്തോഷവും പഞ്ചായത്ത് മെമ്പറിൻ്റെ ടേം അവസാനിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും. എൻ്റെ വാർഡിലും എൻ്റെ നാട്ടിലും ഓണക്കോടി ഇല്ലാതെ ഒരാൾ പോലും വിഷമിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഒരു ഓണക്കോടി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരമ്മമാരും ഒരു സഹോദരിമാരും ഈ പ്രാവശ്യം ഓണക്കോടി ഇല്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് കൃത്യമായും ഓണത്തിന് മുമ്പായിട്ട് ഈ ഓണക്കോടി എത്തിച്ചു കൊടുക്കും. എല്ലാവരും കൈകളിൽ എത്തിച്ചു കൊടുക്കും. അതിനുള്ള എല്ലാ ക്രമീകരണവും ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓണക്കോടി വിതരണം ചെയ്ത് ഇനി വരാനുണ്ട്, 2 ബണ്ടിലൂടെ വരാനുണ്ട്. ഇങ്ങനെ വലിയൊരു പ്രോഗ്രാം ചെയ്യണമെന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു. ഏറ്റവും വലിയ ഒരു മനസ്സിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നത്. എല്ലാ അമ്മമാർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു 10,500 അമ്മമാർക്ക് ഓണക്കോടി കൊടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും, ഇപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല, ഓണത്തിനും അല്ലാതെയൊക്കെ വീടുകളിൽ വന്നിട്ട് ചില അമ്മമാർ ചികിത്സ എന്തെങ്കിലും സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. അത് നമ്മളെ കാണുന്നൊരു മകനെ പോലെ എന്നെ ഒരുപാട് ആളുകൾ എന്നെ ഒരു മകനെ പോലെ സഹോദരനെ പോലെ കാണുന്നുണ്ട്. ഈ നിൽക്കുന്ന മെമ്പർ എന്ന് പറയുന്ന ആള് എൻ്റെ മോനാ. ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് ചോറ് വാരി കൊടുത്ത് വയറ് നിറച്ച് തിന്ന് എന്നെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത് ഞാനാ. എൻ്റെ കുഞ്ഞിനെ ഞാൻ കളയത്തുമില്ല, വിടത്തുമില്ല. ഒരമ്മ അതിലൊരു അമ്മ അങ്ങ് മരണപ്പെട്ടു പോയി. അപ്പോൾ എല്ലാ വർഷവും ഓണത്തിന് 2 ദിവസം മുമ്പ് ഒന്ന് ഓണക്കോടി മേടിക്കുന്നതാണ്. അപ്പോൾ ഇത്തവണ അവരില്ല, മരണപ്പെട്ടു പോയി. മരണപ്പെട്ട കഴിഞ്ഞ മാസമാണ്. ആ അമ്മ മരണപ്പെട്ടതിന് ശേഷം ഓണപ്പരിപാടി മാറ്റി. ഓണസദ്യയായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓണപ്പരിപാടി മാറ്റി ഇപ്രാവശ്യം ഓണക്കോടിയാക്കി. ഇത് പറഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡി ആയിട്ട് ഉപയോഗിക്കുന്ന ടർക്കി സിൽക്കിൻ്റെ സാരികളാണ്. ഇത് വ്യത്യസ്തമായ കളറുകളും ഒക്കെ ഉണ്ട്. വ്യത്യസ്തമായ കളർ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചില കളറുകൾ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറുകളുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ കളറുകൾ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പിന്നെ ഒരുപാട് പാടുപെട്ട് ഇതിനകത്ത് പിന്നെ എല്ലാവർക്കും പലർക്കും പല ഇതാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായ സാരികളുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട്, നല്ല കളർ കോമ്പിനേഷനുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളും ആവശ്യപ്പെട്ടത് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരികൾ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഷിഫോൺ അല്ലാതെ ടർക്കി സിൽക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിപ്പോൾ 1200 എണ്ണം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 1500 പേർ കൊടുക്കണം. ഒരു 2 ബണ്ടിനോട് നല്ല സാധനം, നല്ല വില. കാരണം നമ്മളിത് കൊടുത്തു കഴിയുമ്പോഴേ ആളുകൾ വാങ്ങിച്ചിട്ട് നോക്കും ഇത് ക്വാളിറ്റി ഉള്ളതാണ്. എല്ലാവരും വസ്ത്രം വാങ്ങിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കും, അവർക്ക് അതിൻ്റെ വിലയെ അറിയാം. ഈ സാധനങ്ങളൊക്കെ കടയിൽ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏത് രൂപയ്ക്കാണെന്നും എത്ര രൂപയ്ക്കാണെന്നും അവർക്കറിയാം. നിങ്ങൾ തന്നെ നോക്കി ഒരു ഓണക്കോടി ഞാൻ കാണിക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കും. നമ്മുടെ പോളിസി പറയുന്ന ഒരു മേജർ ഒരു ഫണ്ട് നമ്മൾ തന്നെ കയ്യിൽ നിന്നിടും. ബാക്കി നമുക്ക് കുറേ ആളുകളെ സഹായിക്കും. അപ്പം പല ആളുകളും പല രീതിയിലാണല്ലോ സഹായിക്കുന്നത്. ചിലർ എല്ലാവരുടെയും പിന്നെ ഒരു കളക്ഷൻ എടുത്ത് സഹായിക്കുന്നവരുണ്ട്. ചിലരും പിന്നെ വ്യത്യസ്ത ആളുകളിൽ മേടിച്ച് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ആ ചെയ്യാൻ കഴിയുന്നതോടുകൂടി നോട്ടീസും രസീതൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് ആളുകൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇച്ചിരി ഫണ്ടൊക്കെ അയച്ചു തരും. അതായിട്ട് ഓണത്തിനും പെരുന്നാളിനും ഒക്കെ ഒരു പുതിയ ഓണക്കോടി പെരുന്നാൾ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അത് നിർബന്ധമാണ്. അത് നിർബന്ധം പാലിക്കപ്പെടാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഒരു സഹായം തന്നെ ആയിരിക്കും. ഇപ്പോൾ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലായിട്ട് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന ട്രെൻഡി ആയിട്ടുള്ള സാധനം അത്. ടെക്സ്റ്റൈൽസ് മേഖലയോട് കുറച്ച് കാര്യങ്ങൾ അറിയാം. സ്ത്രീകളുടെ ഇതിനെ പറ്റി സാരി ഉടുക്കുന്നവരെ പറ്റി കുറേ ഒപ്പീനിയൻ എടുത്ത് കൂടുതൽ കോമൺ പീപ്പിൾ ഉപയോഗിക്കുന്ന സാരികളെ പറ്റി ചോദിച്ചു. നമ്മുടെ തൊഴിലുറപ്പിലും കുടുംബശ്രീയിലൊക്കെ വരുന്ന സ്ത്രീകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെയുള്ള കോട്ടൺ സാരി ഉണ്ട്. പിന്നെ ഓണം ആയതുകൊണ്ട് ഈ സെറ്റ് സാരി ഒരിക്കലും ഒഴിവാക്കരുതെന്നും പറഞ്ഞു. അതുകൊണ്ട് അതും ഒരു 10-200 എണ്ണം എടുത്ത് പിന്നെ ബാക്കിയുള്ളതെല്ലാം അവർക്ക് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയും കോട്ടൺ സാരിയും ടർക്കി സാരിയും എടുത്ത് നല്ല വ്യത്യസ്തമായിട്ടുള്ള കളറും നല്ല ഡിസൈനും ഒക്കെ ഉള്ള സാരി, നല്ല വില കൂടിയ സാരികൾ തന്നെ. വലിയ മനസ്സിന് വളരെ ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. വളരെ ഷോർട്ട് പീരീഡിൽ ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഒരിക്കലും പോകുമ്പോൾ ഇത്ര സാരികൾ ഈ കടകൾക്ക് പോലും 1000-1500 സാരി വേണ്ട. അത് പല റേറ്റിലുള്ളതായിരിക്കും വേണ്ടത്. ഒരേ റേറ്റിലുള്ള ഒരേപോലത്തെ ഉള്ള സാധനങ്ങൾ കടക്കാർക്ക് പോലും വേണ്ട. അപ്പോൾ അത്ര കിട്ടുക എന്ന് പറയുന്നത് ഒരിടത്ത് നിന്ന് കിട്ടുക വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു. ഒരു കള അത് ഇതിൻ്റെയൊക്കെ ഒത്തിരി കളറ് ഡിസൈനുകളുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഇതിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ചുമ്മാ കൊടുക്കുന്നത് വിചാരിച്ചേ ലോക്കൽ സാധനങ്ങളല്ല കൊടുക്കുന്നത്. ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റ് സാധനം കിട്ടും. ആ സാരികളല്ല ഇത്. തമിഴ്നാട് ഡിസൈൻ സാരികളെ അല്ല.
തമിഴ്നാട് ഡിസൈനിലൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ വാലും മുത്തും സീക്വൻസൊക്കെ ഉള്ള സാരികളാണ്. ഇത് സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള സാരികളാണ്. ഇത് നമ്മൾ കൊടുക്കുക. ഇത് വിൽപ്പന നടത്താനല്ല. ഇത് ഏതെങ്കിലും അമ്മമാരോ സഹോദരിമാരോ ഓണക്കോടി ഇല്ലാതെ നമ്മുടെ നാട്ടിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ മതി. ഈ ചാനലിൻ്റെ താഴെ നമ്പർ കൊടുക്കും, അതിൻ്റെ പോസ്റ്ററിൽ നമ്പർ ഉണ്ടാവും. നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് ഓണക്കോടി തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് ഓണക്കോടി എത്തിച്ചു തരും. ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഓണക്കോടി ഇല്ലെന്ന് പറഞ്ഞ് ഈ ഓണത്തിന് വിഷമിക്കരുത്. ഈ ഓണം വളരെ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു മാറ്റത്തിൻ്റെ ഓണമാവട്ടെ എന്ന് എല്ലാവർക്കും ഓണാശംസകളും അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്.